എങ്ങനെയാണ് ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത്? ആർക്കെല്ലാമാണ് ദത്തെടുക്കലിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക? ദമ്പതികൾ അല്ലെങ്കിൽ വ്യക്തികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ പ്രായമാണ് ഇക്കാര്യത്തിനായി പരിഗണിക്കുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മാത്രമാണോ ദത്തെടുക്കാൻ സാധിക്കുക? ദത്തെടുക്കലിന് പ്രായപരിധി ഉണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റായ kara.nic.in പാരൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെല്ലാം രേഖകളാണ് ഉണ്ടാകേണ്ടത്? നമസ്കാരം. നാം പറഞ്ഞു വന്നത് ദത്തെടുക്കൽ നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത്? രാജ്യത്തെ ദത്തെടുക്കൽ നടപടിക്രമങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റായിട്ടുള്ള kara.nic.in ആ വെബ്സൈറ്റ് സന്ദർശിച്ച് ആ വെബ്സൈറ്റിൽ പാരൻസ് ലിങ്കിൽ അഡോപ്ഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരണം അതിനകത്തുണ്ട്. രാജ്യത്തിന് അകത്തുള്ളവർക്ക്, അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് താമസിക്കുന്ന വിദേശികൾക്ക്, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക്, അതോടൊപ്പം തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്കടക്കം ഈ ഓൺലൈൻ വെബ്സൈറ്റ് മുഖാന്തരം നിയമപരമായി ദത്തെടുക്കലിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദത്തെടുക്കലിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ കാർഡ് നിർബന്ധമാണ്. ആർക്കെല്ലാമാണ് ദത്തെടുക്കലിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക? 25 വയസ്സ് പൂർത്തിയായ വ്യക്തികൾക്കും വൈവാഹിക ബന്ധം 2 വർഷം പൂർത്തിയായ ദമ്പതികൾക്കും അഡോപ്ഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ശാരീരികമായും മാനസികമായും വൈകാരികമായും സ്ഥിരതയുള്ളവർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവന് ഭീഷണിയുള്ള രോഗങ്ങൾ ഉള്ളവർ ആയിരിക്കാൻ പാടില്ല എന്ന് നിയമം വളരെ കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ ഏതെല്ലാം കുട്ടികളെ നമുക്ക് ദത്തെടുക്കാൻ സാധിക്കും? സ്ത്രീകൾക്കാണെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദത്തെടുക്കാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരാണ് ദത്തെടുക്കലിന് വേണ്ടി അപേക്ഷ നൽകുന്നതെങ്കിൽ ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കുടുംബത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ദമ്പതികളുടെ കാര്യമാണെങ്കിൽ ദമ്പതികളുടെ കാര്യത്തിൽ അവർക്ക് ലിംഗം പ്രത്യേകമായി പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ എന്ന് സൂചിപ്പിച്ചത് കുട്ടികളെയല്ല, മറിച്ച് ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ഏതാണ് എന്ന് വച്ചാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചൂസ് ചെയ്യാൻ ഉള്ള അവകാശം നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാരയുടെ വെബ്സൈറ്റിലും അത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശം കൂടി ദമ്പതികളുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ദമ്പതികളുടെ കാര്യം സൂചിപ്പിച്ചു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മാത്രമാണോ ദത്തെടുക്കാൻ സാധിക്കുക? കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മാത്രമല്ല, കുട്ടികളുള്ള ദമ്പതികൾക്കും ദത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ 3 കുട്ടികൾ ഉണ്ട് എങ്കിൽ ദത്തെടുക്കാൻ സാധിക്കില്ല. 3 കുട്ടികൾ അല്ല, 1 കുട്ടിയോ 2 കുട്ടിയോ ആണ് ഉള്ളതെങ്കിൽ ആ കുടുംബത്തിന് ദത്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു നിബന്ധന പറയുന്നുണ്ട്. മൂത്ത കുട്ടിയുടെ, നിലവിലുള്ള കുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ആ നിബന്ധന. അപ്പോൾ നിലവിലുള്ള കുട്ടിയുടെ കൺസെൻറ്റോടുകൂടി മാത്രമേ മറ്റൊരു കുട്ടിയെ നമുക്ക് ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദത്തെടുക്കുന്ന കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള പ്രായവ്യത്യാസം 25 വയസ്സാണ്. ദമ്പതികൾ അല്ലെങ്കിൽ വ്യക്തികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ പ്രായമാണ് ഇക്കാര്യത്തിനായി പരിഗണിക്കുന്നത്. ദത്തെടുക്കലിന് പ്രായപരിധി ഉണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരുടെയും സംശയവും അതുതന്നെയാണ്. തീർച്ചയായും ദത്തെടുക്കലിന് പ്രായപരിധി നിയമപരമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വ്യക്തികളുടെ കാര്യത്തിലെങ്കിൽ പരമാവധി പ്രായം 55 വയസ്സും ദമ്പതികളുടെ കാര്യത്തിലാണെങ്കിൽ പരമാവധി പ്രായം 110 വയസ്സുമാണ്. ഇനി
ഏത് പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമുക്ക് ദത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, ദത്തെടുക്കലിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ, നിയമപരമായി ദത്തെടുക്കലിനായി കുട്ടികളെ സ്വതന്ത്രമാക്കുന്നത് CWCകളാണ്. അങ്ങനെ CWC നിയമപരമായി ദത്തെടുക്കലിനായി സ്വതന്ത്രമാക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളുടെ പ്രായഘടന രക്ഷകർത്താക്കളുടെ പ്രായഘടന കൂടി പരിഗണിച്ചാകും ദത്തെടുക്കലിന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളതാണ്. 25 വയസ്സാണ് കുട്ടിയും രക്ഷകർത്താവും തമ്മിലുള്ള പ്രായവ്യത്യാസം എന്ന് നിയമം പറയുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 40 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ 40 വയസ്സിനകത്തുള്ള സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ, അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ, സിംഗിൾ പാരന്റിന്റെ കാര്യത്തിലാണെങ്കിൽ 40 വയസ്സുവരെയുള്ള രക്ഷകർത്താവിനാണെങ്കിൽ 2 വയസ്സുവരെയുള്ള കുട്ടികൾ, അതായത് 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളെയും 45 വയസ്സായ അല്ലെങ്കിൽ 45 വയസ്സിനുള്ളിലുള്ള രക്ഷകർത്താവിനാണെങ്കിൽ അത് 4 വയസ്സുവരെ, 2 മുതൽ 4 വയസ്സുവരെയുള്ള കുട്ടികളെയും 50 വയസ്സിനകത്തുള്ള സിംഗിൾ പാരന്റ്, ആ സിംഗിൾ പാരന്റിന് 4 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളെയും. ഇനി ഉയർന്ന പ്രായഘടനയിലേക്ക്, ഉയർന്ന പ്രായപരിധിയിലേക്ക് പോവുകയാണ്. ഏറ്റവും ഉയർന്ന പ്രായപരിധി 55 വയസ്സാണ്. ആ 55 വയസ്സ് വരെയുള്ള സിംഗിൾ പാരന്റിന് 8 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നിയമപരമായി ദത്തെടുക്കലിനായി ലഭ്യമാകുന്നത് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് ദമ്പതികളുടെ കാര്യമാണ്. ദമ്പതികളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ പ്രായഘടന പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. ദമ്പതികളുടെ കാര്യത്തിലാണെങ്കിൽ സൂചിപ്പിക്കേണ്ടായി, 2 പേരുടെയും പ്രായം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രായം തമ്മിൽ കൂട്ടുമ്പോഴാണ്, അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ പ്രായമാണ് ദത്തെടുക്കലിനായി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 85 വയസ്സാണ് 2 പേരുടെയും പ്രായം തമ്മിൽ കൂട്ടുമ്പോൾ. 85 വയസ്സിന് താഴെയാണെങ്കിൽ 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളെയും, ഇവരുടെ 2 പേരുടെയും പ്രായം തമ്മിൽ കൂട്ടുമ്പോൾ 90 വയസ്സാണെങ്കിൽ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളെയും, ഈ 2 പേരുടെയും പ്രായം തമ്മിൽ കൂട്ടുമ്പോൾ 100 വയസ്സിനകത്താണെങ്കിൽ 4 മുതൽ 8 വയസ്സ് വരെയും, 110 വയസ്സ് നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പരമാവധി പ്രായം എന്ന് പറയുന്നത് 110 വയസ്സാണ്. 110 വയസ്സിന് ഉള്ളിലുള്ള രക്ഷകർത്താക്കളെ സംബന്ധിച്ച് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുമുള്ള കുട്ടികളെയാണ് നിയമപരമായി ദത്തെടുക്കൽ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ദത്തെടുക്കലിലൂടെ കുട്ടിയെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രക്ഷകർത്താവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ സ്നേഹ വാത്സല്യങ്ങളും പരിചരണയും ലഭ്യമാകുക എന്നുള്ളത്. രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഒരു പുതിയ പ്രകാശം ചൊരിയാൻ സാധിക്കുക, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അച്ഛനമ്മമാരിലേക്ക് ഒരു പുതിയ പ്രകാശം എത്തിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ കുട്ടികളുള്ള ദമ്പതികളെ സംബന്ധിച്ച് പുതിയ ഒരു കുഞ്ഞിനു കൂടി സ്നേഹവാത്സല്യങ്ങൾ നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ദത്തെടുക്കൽ എന്ന മഹത്തായ കർമ്മത്തിലൂടെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ദത്തെടുക്കലിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നതാണ്. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റായ kara.nic.in പാരൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെല്ലാം രേഖകളാണ് ഉണ്ടാകേണ്ടത്? നാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പറയുന്ന രേഖകൾ 30 ദിവസത്തിനുള്ളിൽ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയെ സംബന്ധിച്ചെങ്കിൽ വ്യക്തിയുടെ ഫോട്ടോ, ഇനി ദമ്പതികളെ സംബന്ധിച്ചാണെങ്കിൽ ദമ്പതികൾ 2 പേരുമുള്ള ഒരുമിച്ചുള്ള ഫോട്ടോ, അതോടൊപ്പം തന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടർ ID, തിരിച്ചറിയൽ രേഖകൾ ഏതെങ്കിലും ഒരെണ്ണം, അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫ്, വീട്ടിൻ്റെ അഡ്രസ്സ് തെളിയിക്കാൻ കഴിയുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡോ വോട്ടർ IDയോ പാസ്പോർട്ടോ അവയിൽ ഏതെങ്കിലും ഒരെണ്ണം. അതോടൊപ്പം മറ്റൊന്ന് ഇൻകം സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ഉത്തരവ് നിലവിലുണ്ട്. നിയമത്തിൽ പറയുന്നത് സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കണമെന്നിരുന്നാലും കേരളത്തിലെ പ്രത്യേക ഉത്തരവ് പ്രതിപാദിക്കുന്നത് വാർഷിക വരുമാനം മിനിമം 2.5 ലക്ഷമെങ്കിലും ഉള്ളവരായിരിക്കണം ദത്തെടുക്കലിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മിനിമം 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സാലറി സ്ലിപ്പാകാം, IT ഫയൽ ചെയ്തതിൻ്റെ റെസിപ്റ്റ് ആകാം. പിന്നീട് മറ്റൊരു രേഖ വേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. മെഡിക്കൽ
ഫിറ്റ്നസ്സോട് കൂടിയിട്ടുള്ള മെഡിക്കലി കുട്ടിയെ ദത്തെടുക്കുന്നതിന് വേണ്ടി ഫിറ്റ്നസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റാണ് മറ്റൊന്ന് ദമ്പതികളുടെ കാര്യത്തിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇനിയിപ്പോൾ വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞ ആളായിരിക്കാം. അങ്ങനെയെങ്കിൽ ഡിവോഴ്സിയുടെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. സിംഗിൾ പാരൻറ്റിൻ്റെ കാര്യത്തിൽ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കടമ കൂടിയുണ്ട്. സിംഗിൾ പാരൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ കുട്ടിയെ സംരക്ഷിക്കാം എന്നുള്ളത് ഈ സിംഗിൾ പാരൻറ്റിനെ സംബന്ധിച്ച് സ്വാഭാവികമായും എന്തെങ്കിലും വന്നുപോയാൽ, എന്തെങ്കിലും അപകടമോ മറ്റോ വന്നുപോയാൽ ഈ കുട്ടി ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ അണ്ടർടേക്കിംഗ്. ഇത്രയുമാണ് നിർബന്ധമായിട്ടുള്ള രേഖ. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുള്ള ദമ്പതികൾക്ക് ദത്തെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളുള്ള ദമ്പതികൾ ദത്തെടുക്കുന്ന ഘട്ടത്തിൽ മുതിർന്ന കുട്ടിയുണ്ട്, മറ്റൊരു കുട്ടി വീട്ടിലുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ കൺസേൺ ലെറ്റർ, ഇത്രയും രേഖകൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ, മാക്സിമം ഒരു മാസത്തിനുള്ളിൽ ഈ രേഖകൾ കൂടി ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മറ്റ് നടപടിക്രമങ്ങൾ ഇനി നടത്തുന്നത് നിങ്ങളുടെ അതത് ജില്ലയിലെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികൾ, കേരളത്തിലാണെങ്കിൽ 6 ജില്ലകളിലാണ് ശിശുക്ഷേമ സമിതിയുടെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികൾ ഉള്ളത്. സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികൾ, ഇവയെല്ലാം കൂടി സംയുക്തമായി നടത്തുന്ന പരിശോധനാ റിപ്പോർട്ടുണ്ട്, ഹോം സ്റ്റഡി റിപ്പോർട്ടുണ്ട്. ആ ഹോം സ്റ്റഡി റിപ്പോർട്ടിനെ സംബന്ധിച്ചും മറ്റുമെല്ലാം വൈകാതെ തന്നെ മറ്റൊരു അവസരത്തിൽ പ്രതിപാദിക്കാമെന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ശിശുക്ഷേമ സമിതിയുമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുമായിട്ട്, അതുമല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസികളുമായി ഒക്കെ തന്നെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ശിശുക്ഷേമ സമിതിയിൽ ബന്ധപ്പെടാൻ ഉള്ള മെയിൽ ID ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ മെയിൽ മുഖാന്തരം ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഹോം സ്റ്റഡിയെ സംബന്ധിച്ചും മറ്റ് വിശദാംശങ്ങളും വൈകാതെ തന്നെ മറ്റൊരു അവസരത്തിൽ പങ്കുവയ്ക്കാമെന്നുള്ളതാണ്. ഈ അഡോപ്ഷനെ സംബന്ധിച്ച് നിരന്തരമായ സംശയങ്ങൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ അഡോപ്ഷനെ സംബന്ധിച്ചുള്ള സംശയ നിവാരണത്തിന് ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം കൂടി ഉണ്ടാകണമെന്ന് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്.